ഇന്ന് അടുത്തറിയാമിൻ്റെ പുതിയ സെഗ്മെന്റ് എത്തി നിൽക്കുന്നത് കൊച്ചിയിലുള്ള പറക്കാട് ജ്വല്ലേഴ്സിലാണ്. സോ ഇതിൻ്റെ MD ആയിട്ടുള്ള പ്രീതി മാമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. പറക്കാട് ജ്വൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണെന്ന് കരുതുന്നു. കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 35 വർഷമായി ജ്വല്ലറി മേഖലയിൽ. നമ്മളുടെ തുടക്കം എന്ന് പറയുന്നത് ഗോൾഡ് ജ്വല്ലറിയിലായിരുന്നു, 916. പിന്നീടാണ് നമ്മൾ ഒരു പുതിയ ആശയം കണ്ടെത്തുകയും അതിൽ കൂടെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ എല്ലാം ഒടുവിലായിട്ട് 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന ആശയവുമായിട്ട് വീണ്ടും പുതിയൊരു മേഖലയിലേക്ക് കടന്നത്. അപ്പോൾ അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല, യഥാർത്ഥത്തിൽ എൻ്റെ ഹസ്ബൻഡ് പ്രകാശ് പറക്കാട്ടാണ് മെയിനായിട്ട് ഈ ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുവന്നു. കാരണം ഞങ്ങൾക്ക് തുടക്കകാലത്ത് ഗോൾഡ് ജ്വല്ലറി ആയിരുന്നല്ലോ, നേരത്തെ പറഞ്ഞ പോലെ കാലടി, ശ്രീമൂലനഗരം എന്നിങ്ങനെ 2 സ്ഥലങ്ങളിൽ 2 ബ്രാഞ്ചസ് ആയിട്ട്. അപ്പോൾ അവിടെ വരുന്ന നമ്മളുടെ കസ്റ്റമേഴ്സ് ഒരുവിധം ഒരു മിഡിൽ ക്ലാസ് ആളുകളായിരുന്നു നമ്മളുടെ കൂടുതലും കസ്റ്റമേഴ്സ്. അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നെക്ലേസ് വാങ്ങാനായിട്ട് വരുന്നു. അവർക്ക് ചിലപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് കാണുമ്പോൾ അവർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അവരുടെ ബഡ്ജറ്റിന് ചിലപ്പോൾ അത്രയും പവൻ വാങ്ങാനുള്ള ഒരു, അല്ലെ അത്രയും സ്വർണം, അത്രയും വെയിറ്റ് വാങ്ങാനുള്ള ഒരു സാമ്പത്തികം ചിലപ്പോൾ അവരെ അനുവദിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ആഗ്രഹമുണ്ട് വാങ്ങണമെന്ന്, പക്ഷേ എല്ലാവർക്കും നടക്കില്ല. കാരണം സ്വർണത്തിൻ്റെ വില അറിയാമല്ലോ. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലത്താണെങ്കിൽ, അന്ന് നമ്മൾ 1 ഗ്രാമൊക്കെ തുടങ്ങുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു ഗ്രാമിന് എനിക്ക് തോന്നുന്നത് ഏകദേശം 350 രൂപയൊക്കെ വിലയുള്ള സമയമാണ്. ഇന്നിപ്പം തങ്കത്തിൻ്റെ വില 10,000-ന് മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് 350 രൂപ, വെറും 350 എന്ന് ഇപ്പം നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് 350 എന്ന് പറഞ്ഞാൽ അതും ജനങ്ങൾക്ക് അത്രയും എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പം ഇഷ്ടപ്പെട്ട ഒരു ആഭരണം വാങ്ങാൻ വന്നിട്ട് കോംപ്രമൈസ് ചെയ്ത് പവനോ തൂക്കമോ കുറച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയം, സാധാരണക്കാർക്ക് അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന എന്നാൽ ക്വാളിറ്റിയോടുകൂടി കോൺഫിഡൻസോടുകൂടി ഉപയോഗിക്കാവുന്ന, മറ്റൊരിടത്തുനിന്നും ലഭ്യമല്ലാത്ത ഒരു പുതിയ വെറൈറ്റി കളക്ഷൻ ഓഫ് ജ്വല്ലറീസ്. അപ്പോൾ അങ്ങനെ ഒരാശയം, ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഈ ഒരു പറക്കാട്ടിൻ്റെ 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം വന്നത്. അപ്പോൾ തുടക്കം നമ്മൾ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളും അതിനുശേഷം നമ്മളുടെ കസ്റ്റമേഴ്സിന് തന്നെ, അല്ല നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഗോൾഡ് ലെയേർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്ലേറ്റിംഗ് അല്ല, ദിസ് ഇസ് ഗോൾഡ് ഫോമിംഗ് എന്ന് പറയും. മറ്റത് ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇത് ഗോൾഡ് ഫോമിംഗ്. ഒരു ജർമ്മൻ, ഇറ്റാലിയൻ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പല കോമ്പോസിഷൻസും ഇങ്ങനെ 2 ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംയോജിപ്പിച്ച് നമ്മളുടേതായ ഒരു പുതിയ പ്രൊഡക്റ്റ്. തുടക്കം നമ്മൾ വെള്ളിയിൽ മാലകളും വളകളും ലെഗ് ചെയിൻ അങ്ങനെയുള്ള ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാക്കി അത് നമ്മുടെ കസ്റ്റമേഴ്സിന് കുറച്ച് ടൈപ്പ് ലൈറ്റ് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷനും ഒപ്പം ഇറങ്ങിയത്. ഫൈബറിൽ ഉണ്ടാക്കിയിട്ട്, അതായത് മോൾഡ് ചെയ്തിട്ട് അതിന് മേതെ തങ്കം, നമ്മുടെ മേക്കാമ പോലെ തോടയൊക്കെ ഇല്ലേ പഴയ അമ്മമാർ ഉപയോഗിക്കുന്ന, അതുപോലെ നമ്മളുടെ ഈ ഒരു ഫൈബറിൻ്റെ മീതെ ഗോൾഡ് ലെയർ ചെയ്തിട്ട് ഒരു നല്ല തിക്നെസ്സിൽ ഗോൾഡ് ലെയർ ചെയ്തിട്ട് ഒരു ഓർണമെൻ്റ് ആദ്യം ഇറക്കി. അതിനുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ജ്വല്ലറികളിലൊക്കെ പണ്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് മെയിൻ ഗോൾഡ് ജ്വല്ലറീസിലൊക്കെ വന്നിരുന്നു, ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിലൊക്കെ വന്നിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. അപ്പം ഇതെനിക്കിഷ്ടമായി, ഒന്ന് ഊരി തരുമോ എന്ന് ചോദിച്ച് നമ്മൾ ഊരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അതിന് ആ ഒരു അത്രയും ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. കാരണം 5 പവനാണെന്നും പറഞ്ഞ് ഊരി കൊടുത്തിട്ടുണ്ട്, എടുക്കുമ്പോൾ അതിന് 1 പവൻ്റെ പോലും വെയിറ്റ് കാണില്ല. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അതിലൂടെ സിൽവറിൽ ഗോൾഡ് ഫോമിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കട്ടിയിൽ തിക്നെസ്സിൽ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്യുക.
അപ്പോൾ അങ്ങനെ ഈ പരീക്ഷണം നമ്മളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നമ്മളുടെ ഗോൾഡ് ജ്വല്ലറി കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തുടക്കം നമ്മളെ എക്സിബിഷനുകളിൽ കൂടിയായിരുന്നു. എറണാകുളം, കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കോട്ടയം, അങ്ങനെ പ്രമുഖമായിട്ടുള്ള കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എക്സിബിഷനോടുകൂടി ആരംഭിച്ചു. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ എക്സിബിഷൻ നടത്തിയോ അത് എല്ലാം വിജയമായിരുന്നു. മഹാത്ഭുതം എന്ന് പറയുന്ന പോലെ അത് വലിയ വിജയമായി തീർന്നു. വിജയിച്ച സ്ഥലങ്ങളിലെല്ലാം പതുക്കെ പതുക്കെ ഓരോ ബ്രാഞ്ചസ്, അങ്ങനെയായിരുന്നു പറക്കാട്ട് ജ്വല്ലറിയുടെ ഒരു വളർച്ച. ഇന്നിപ്പോൾ നമുക്ക് കേരളത്തിലും തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക, അതുപോലെ തന്നെ ഹൈദരാബാദ്, അങ്ങനെ മലേഷ്യ, ദുബായ്, അതുപോലുള്ള പുറം രാജ്യങ്ങളിലും എല്ലാം ആയിട്ട് ഏകദേശം 35 വർഷം കൊണ്ട് നമ്മളൊരു 135ഓളം ഷോറൂമുകളുമായിട്ട് ഇന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ പറക്കാട്ട് ജ്വൽസിൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്വർണത്തിന് തുല്യമായി ഉപയോഗിക്കാവുന്ന അതേ രീതിയിലുള്ള സ്റ്റോൺസും അതിൻ്റെ ഫിനിഷും, പിന്നെ റിയൽ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സാണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ പ്രത്യേക ലോഹ കൂട്ട്, വെള്ളിയും ചെമ്പും എല്ലാം ചേർന്നിട്ടുള്ള പ്രത്യേക ആയിട്ടുള്ള ഒരു രീതിയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്വർണത്തിൻ്റെ ഒരു വിലക്കൊതുപ്പിൽ ഈ ഒരു സമയത്ത് നമ്മളുടെ ഒരുപാട് ജനങ്ങൾക്ക്, അല്ലെ ഒരുപാട് ബ്രൈഡ്സിന്, ഒരുപാട് കസ്റ്റമേഴ്സിന്, ഒരുപാട് സ്ത്രീകൾക്ക് എല്ലാം ആശ്വാസമാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പറക്കാട്ടിനിപ്പം ജ്വല്ലറി സെക്ടർ മാത്രമല്ല, നമ്മൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിലുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാർ, നമുക്ക് പറക്കാട്ട് നേച്ചർ റിസോർട്ട് എന്ന് പറയുന്ന മൂന്നാറിലെ ദി ബെസ്റ്റ് ലക്ഷൂറിയസ് റിസോർട്ടായിട്ട് ഏകദേശം 110 റൂമോടുകൂടി നല്ല രീതിയിൽ ഒരു സംരംഭം കൂടി ഉണ്ട്. പിന്നെ ഒരു ചെയിൻ ഓഫ് ഹോട്ടൽസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇന്ത്യയിൽ ഇനിയിപ്പം മറ്റ് പ്രമുഖമായിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാ സെക്ടറുകളിലെയും എയർപോർട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ മുംബൈ, ഡൽഹി, അങ്ങനെയുള്ള മേജർ സിറ്റീസിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ വിദേശ രാജ്യങ്ങളിലും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അതിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. പറക്കാട്ട് ജ്വൽസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറക്കാട്ടിൽ നിന്ന് വാങ്ങുന്ന ഓരോ ഓർണമെൻറ്റ്സിനും നമ്മൾ സർവീസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം സർവീസ്, പെയ്ഡ് സർവീസും ഉണ്ട്, 2 ഇയറിനുള്ളിൽ ഫ്രീ സർവീസും ഉണ്ട്. പിന്നെ 50% എടുത്ത ആഭരണങ്ങൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വാങ്ങാനുള്ള ഒരു ഓപ്ഷനുണ്ട്. 1 ഇയറിനുള്ളിൽ 50%, 2 ഇയറിനുള്ളിൽ 40%, 3 ഇയറിനുള്ളിൽ 30%. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ലൈഫ് ടൈം നമ്മൾക്ക് ഒരു 20% മാറ്റിയെടുക്കാവുന്ന ഒരു ഓപ്ഷനുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും. പിന്നെ മണി ബാക്ക് ഉണ്ട്. അങ്ങനെ അപ്പം മണി ബാക്ക്, എക്സ്ചേഞ്ച് സർവീസ്, ആയുഷ്കാല സർവീസ്, ഇതെല്ലാം പറക്കാട്ടിൻ്റെ എല്ലാ ഓർണമെൻറ്റ്സിനും ലഭ്യമാണ്. ഇപ്പം ഞാനിവിടെ ഉള്ളത് എറണാകുളത്ത് വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഷോറൂം ഒരു ബ്രൈഡൽ ഹബ്ബ് എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോറിൽ നമ്മൾ ഡെയിലി വെയർ ഓർണമെൻറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ നാടും ബാക്കി എല്ലാ കളക്ഷൻസും, നെക്ലേസസും ഡെയിലി വെയർ ആയിട്ടുള്ള ബാംഗിൾ റിങ്സ്, സ്റ്റഡ്, എല്ലാ ആഭരണങ്ങളും ഉണ്ട്. അതുകൂടാതെ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിൽ റെൻ്റൽ ജ്വല്ലറി കളക്ഷൻസും ഉണ്ട്. കാരണം ഇന്നിപ്പോൾ ഈ ഒരു മാറി വരുന്ന ഒരു സങ്കല്പത്തിൽ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ബ്രൈഡ്സിനൊന്നും ആണെങ്കിലും അവരൊന്നും പിന്നീട് ഗോൾഡ് ഉപയോഗിക്കില്ല. ഇനിയിപ്പോൾ ഈവൻ ചിലർ പറക്കാട്ട് ജ്വല്ലറിയുടെ ഓർണമെൻറ്റ്സ് പോലും ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലായിരിക്കും. അവരൊക്കെ ഇപ്പോഴത്തെ ഒരു കോസ്റ്റ്യൂമിനനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് 1 ഡേ യൂസിന് വേണ്ടിയിട്ട് പറക്കാട്ട് ജ്വൽസിൻ്റെ അത്രയും ഫിനിഷുള്ള 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡായിട്ടുള്ള ഓർണമെൻറ്റ്സ് നമ്മൾ റെൻ്റൽ ഓപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ റെൻ്റൽ കളക്ഷൻ എന്ന് പറയുമ്പം അതൊന്നും വലിയൊരു ബഡ്ജറ്റിൽ തൊട്ട് വരുന്നതല്ല. പറക്കാട്ട് ജ്വല്ലറിയുടെ എക്കണോമിക് കളക്ഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവ ശരിക്കും പറഞ്ഞാൽ 100 രൂപ തൊട്ട് തുടങ്ങിയിട്ട്, 100 രൂപ അതിലും താഴെ തൊട്ട് തുടങ്ങിയിട്ട് നമ്മൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാവുന്ന വളകളും നെക്ലേസുകളും തൊട്ട് തുടങ്ങിയിട്ട് നമ്മുടെ കളക്ഷൻസിലുണ്ട്.
സോ അടുത്തറിയാൻ ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത സെഗ്മെന്റിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ദേവിക സൈനിങ് ഓഫ്.